2024 ബൈബിൾ സൺഡേ ആയിട്ട് ഡിസംബർ മാസം 1-ാം ഞായറാഴ്ചയും 2-ാമത്തെ ഞായറാഴ്ചയും വിവിധ സഭകളിൽ നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലോ. ബൈബിൾ സൺഡേയുടെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലറിയുടെ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. 2024 ബൈബിൾ സൺഡേ ആയിട്ട് ഡിസംബർ മാസം 1-ാം ഞായറാഴ്ചയും 2-ാമത്തെ ഞായറാഴ്ചയും വിവിധ സഭകളിൽ നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലോ. അതുമായിട്ട് ബന്ധപ്പെടുത്തി ബൈബിൾ സൺഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അതിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഈ വീഡിയോയിൽ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. 1804 മാർച്ച് മാസം 7-ാം തീയതി ലണ്ടനിൽ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്നുള്ള തലക്കെട്ടിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഈ ലോകത്തിൽ തന്നെ സമാരംഭം കുറിക്കുമ്പോൾ അതിന് പ്രചോദനമായി തീർന്നത് മേരി ജോൺസ് എന്ന് പറയുന്ന ഒരു പിഞ്ചു ബാലികയാണ്. വെയിൽസിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ പെൺകുട്ടി അവളുടെ 9-ാമത്തെ വയസ്സിൽ വായന പഠിച്ചു തുടങ്ങിയപ്പം സ്വന്തമായിട്ട് അവളുടെ ഹൃദയഭാഷയിൽ ഒരു ബൈബിൾ വേണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അതിന്റെ ലഭ്യതയില്ലായിരുന്നു 1800 കാലഘട്ടം. അവൾ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥിക്കുകയും അനേക ഭവനങ്ങളിൽ പോയി ജോലികൾ ചെയ്യുകയും അതുകൊണ്ട് ഉണ്ടാക്കിയ പണം 6 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ പണം സമ്പാദിച്ച് 40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് റവറൻ തോമസ് ചാൾസ് എന്ന് പറയുന്ന പുരോഹിതന്റെ പക്കൽ നിന്ന് ഒരു ബൈബിൾ സ്വന്തമായി അധ്വാനിച്ച പണം എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വെയിൽസിലേക്ക് ബൈബിളുമായിട്ട് മടങ്ങി വരുന്ന ആദ്യത്തെ പെൺകുട്ടിയായിട്ട് മേരി ജോൺസ് മാറുന്നു. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഇതിൽ നിന്ന് പ്രചോദനം ഏറ്റെടുത്തുകൊണ്ടാണ് ലണ്ടനിലെ ഒരു സത്രത്തിൽ 1804 മാർച്ച് മാസം 7-ാം തീയതി 300-ൽ പരം സഭാപിതാക്കന്മാരും നേതാക്കന്മാരും ഒരുമിച്ച് കൂടിയിരുന്ന സദസ്സ് നമുക്കുടൻ തന്നെ വെയിൽസിലെ ഭാഷയിലേക്ക് 10,000 ബൈബിള് പ്രിന്റ് ചെയ്ത് അയക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൂടിയിരുന്നപ്പോൾ അവരിൽ ഒരു പിതാവ് ഇപ്രകാരം പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് ഫോർ വെയിൽസ്, വൈ നോട്ട് ഫോർ ദ ഹോൾ വേൾഡ്? വെയിൽസിലേക്ക് 10,000 ബൈബിൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ വിശുദ്ധ വേദപുസ്തകം കൊടുക്കുന്ന ഒരു സംരംഭത്തെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ആ ഒരു ചിന്തയിൽ നിന്നാണ് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്നുള്ള തലക്കെട്ടിൽ ഈ ലോകത്തിൽ ബൈബിൾ സൊസൈറ്റി തുടക്കം കുറിച്ചത്. ഇന്ന് 220 വർഷം നമ്മൾ ഒരുമിച്ച് പിന്നിടുമ്പോൾ പുറകിലേക്ക് നോക്കിയ ദൈവം നടത്തിയ മുഖാന്തരങ്ങൾ അനവധിയാണ്. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഒരു എക്യുമെനിക്കൽ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു വലിയ എക്യുമെനിക്കൽ മിഷൻ ഏജൻസി ആയിട്ട് ബൈബിൾ സൊസൈറ്റി പ്രവർത്തിക്കുകയാണ്. കാരണം ഇതെല്ലാവരും ഒന്നിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ആണ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ നോക്കിയാൽ ഇന്ന് 45,000-ഓളം ഡിനോമിനേഷൻസ് ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇല്ലാത്ത സഭ ഒരു വിഘടിത സഭയായിട്ടാണ് നിലനിൽക്കുന്നത്. വിശുദ്ധ തിരുവഴുത്താണ് എല്ലാവരെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ബൈബിൾ സൊസൈറ്റി എന്നുള്ള ബൃഹത്തായ മിഷൻ ഏജൻസി എല്ലാ സഭകളെയും കോർത്തിണക്കിക്കൊണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള വലിയൊരു സാധ്യത നമുക്ക് നൽകിയിരിക്കുന്നു. അന്ന് തുടങ്ങിയ ആ വലിയ മിഷൻ പ്രവർത്തനം, അന്ന് ബൈബിൾ സൊസൈറ്റി ആരംഭം കുറിച്ചപ്പോൾ 2021 ലാംഗ്വേജ് സർവേ അനുസരിച്ച് നോക്കിയാൽ ഇന്ന് ഈ ലോകത്തിൽ 7,391 ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 3,666 ഭാഷയിലേക്ക് നാളിതുവരെയും വിശുദ്ധ വേദപുസ്തകം അവരുടെ ഹൃദയഭാഷയിൽ എത്തിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ലോകത്തിൽ 220-ൽ പരം രാജ്യങ്ങളിലായിട്ട് ബൈബിൾ സൊസൈറ്റി ഇന്ന് പ്രവർത്തിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രാചീനവും വളരെ നിർണായകമായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ബൈബിൾ സൊസൈറ്റിയാണ് നമ്മളുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ. 1811 ഫെബ്രുവരി മാസം 21-ാം തീയതി കൽക്കട്ടയിൽ ആരംഭം കുറിച്ച് ഇന്ന് സെൻട്രൽ ഓഫീസ് ബാംഗ്ലൂരായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ റീസെന്റ് ലാംഗ്വേജ് സർവേ അനുസരിച്ച് 1,672 ലാംഗ്വേജസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ 179 ഭാഷയിലേക്ക് ദൈവത്തിന്റെ തിരുവചനവുമായിട്ട് അവരുടെ ഹൃദയ ഭാഷയിലേക്ക് എത്തിച്ചേരാനായിട്ട് നാളിതുവരെയും നമുക്കിടയായി തീർന്നു. അതും ദൈവത്തിന്റെ വലിയ കൃപയാണ്. എന്നാൽ ഇനിയും അനേക ഭാഷകളിൽ ദൈവത്തിന്റെ തിരുവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ച് റീച്ച് ചെയ്യാനായിട്ടുള്ള വലിയ സുവിശേഷ യജ്ഞം നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇത് നമ്മളുടെ ഉത്തരവാദിത്വം ആണ്.
ഇന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കേരള ഓക്സിലറി 1956 ജൂൺ മാസം 30 തുടക്കം കുറിച്ച് കഴിഞ്ഞ 68ഓളം വർഷങ്ങളായിട്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ സുവിശേഷത്തിന്റെ ഒരു ദീപശിഖ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കോർത്തിണക്കി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നടത്തിയ നന്മകൾക്ക് നന്ദി പറയുവാനായിട്ട്, ഈ വിവിധ ട്രാൻസ്ലേഷൻ പ്രോജക്റ്റിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, അതുപോലെ ഇതിൽ ഒരുമിച്ച് കൈകൾ കോർത്തു പിടിച്ച് അണിനിരക്കുവാനായിട്ട് ഈ ഒരു ബൈബിൾ സൺഡേ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. ബൈബിൾ സൺഡേയുടെ പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ കുട്ടി മുതൽ ഏറ്റവും മുതിർന്ന അംഗം വരെയും ഈ ബൈബിൾ സൺഡേ സിസ്റ്റമാറ്റിക് ആയിട്ട് ആചരിക്കുന്നതിലൂടെ ഈ വലിയ സുവിശേഷ ദൗത്യത്തിൽ പങ്കുകാരാകുകയാണ്. അവിടെ ഇടുന്ന ഏറ്റവും ചെറിയ തുകയും ഏറ്റവും വലിയ തുകയും ഒരുമിച്ച് സമാഹരിച്ച് അത് വിവിധ സഭകളിലെ മഹായിടവുകളിലൂടെയും അത് വിവിധ സഭകളിലെ ഹെഡ് ഓഫീസിലൂടെയും കേരള ഓക്സിലറിൽ എത്തിച്ചേരുമ്പോൾ ഒരു കുഞ്ഞു മുതൽ ഒരു വലിയ അംഗം വരെയും ഇതിന്റെ പ്രയത്നത്തിൽ പങ്കാളികളാണ്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സർവശക്തനായ ദൈവം ഈ വർഷവും നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ സൺഡേയെ കുറിച്ച് പറയുമ്പോൾ മർത്തോമ CSI, അതുപോലെ ഇവാഞ്ചലിക്കൽ സഭയും, അതുപോലെ കഴിഞ്ഞ വർഷം മുതൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയും നമ്മുടെ ഈ ദൗത്യത്തിൽ പങ്കുചേർന്നു. അതിനോട് ചേർന്ന് ഓർത്തഡോക്സ് സഭയും ഇതിന്റെ ഭാഗമായിട്ട് തീർന്നു. ഈ വർഷം മുതൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയും ബൈബിൾ സൊസൈറ്റി സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവ് ചെയ്യുവാനായിട്ട് നമുക്ക് ഒരു പുതിയ തീരുമാനവും കൂടി എടുത്തിരിക്കുന്നു. അങ്ങനെ എല്ലാ സഭകളുടെയും ഒരു പൂർണ്ണ പങ്കാളിത്തത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള വലിയൊരു സാധ്യത ഇത് തുറന്നു തരുന്നു. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു സുവിശേഷ വേലയായിട്ട് ബൈബിൾ സൊസൈറ്റി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്ന ട്രാൻസ്ലേഷൻ പ്രോജക്റ്റുകളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ ട്രാൻസ്ലേഷന്റെ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ തുക നമുക്ക് ലഭിക്കുന്ന മുഴുവൻ വരുമാനത്തിൽ 80% ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെലവഴിക്കുന്നത്. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാതെ ദൈവത്തിന്റെ വചനം മറ്റൊരാൾക്ക് മനസ്സിലാവുകയില്ല. നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് എബ്രായ, ഗ്രീക്ക്, അരാമ്യ ഭാഷകളിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം മൂലഭാഷയിലെ അർത്ഥം ഒട്ടും ചോരാതെ ഒരാൾക്ക് അവരുടെ ഹൃദയഭാഷയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ വലിയ പ്രത്യേകത ഒരു ചെറിയ ട്രാൻസ്ലേഷൻ പ്രോജക്റ്റ് ആണെങ്കിൽ പോലും, ഈവൻ ഒരു 10,000 ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും മൂലഭാഷയിൽ നിന്ന് മാത്രമേ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ ശുശ്രൂഷ വളരെ ഗൗരവമായുള്ള ശുശ്രൂഷയാണ്. ഷില്ലോങ്ങിലുള്ള ട്രാൻസ്ലേഷൻ സെന്ററിൽ ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിക്ക് 117 ട്രാൻസ്ലേഷൻ പ്രോജക്റ്റുകൾ നിലവിലുണ്ട്. ഒരു ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ 5 to 10 years ഏറ്റവും കുറഞ്ഞത് നമുക്ക് എടുക്കാറുണ്ട്. ഇതൊരു വലിയ സുവിശേഷ വേലയാണ്. ഈ സുവിശേഷ വേലയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ട്രാൻസ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രിന്റഡ് ബൈബിൾ, അതുകൂടാതെ ഓഡിയോ ബൈബിൾസ് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം 70 ഭാഷകളിലായിരുന്നുവെങ്കിൽ ഈ വർഷമായപ്പോൾ അത് 90 ഭാഷകളിൽ ഇന്ത്യയുടെ മണ്ണിൽ ഓഡിയോ ബൈബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുകൂടാതെ നമുക്ക് ബ്രെയിലി ബൈബിൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. 22 ഭാഷകളിൽ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് ബ്രെയിലി ലിപിയാണ് അവർക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ 22 ഭാഷകളിൽ ബ്രെയിലി ബൈബിൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റുകളാണ്. കൂടാതെ സൈൻ ലാംഗ്വേജിന്റെ ട്രാൻസ്ലേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബുക്ക് ഓഫ് ജോന നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ബാക്കിയുള്ള ബുക്കുകൾ അതിന്റെ ട്രാൻസ്ലേഷൻ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൂടാതെ ഡിജിറ്റൽ ഫോംസിൽ നമുക്ക് ബൈബിൾ ഉണ്ട്. 89 ബൈബിൾ ഓഡിയോ ബൈബിൾ ടെസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. 53 ഓഡിയോ വെറൈറ്റീസ് നമുക്ക് ബൈബിൾസ് ഇന്ന് അവൈലബിൾ ആണ്. ഈ ശുശ്രൂഷകളൊക്കെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ട്രാൻസ്ലേഷൻ പരമപ്രധാനമായുള്ള ശുശ്രൂഷയായിട്ട് നിലനിൽക്കുന്നു. അതിനുശേഷം അത് പ്രിന്റ് ചെയ്ത് ആളുകൾക്ക് ആകർഷകമായ രീതിയിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ദൗത്യമായിട്ട് തുടരുന്നു. അതിനുശേഷം പ്രിന്റ് ചെയ്താൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷനാണ് മൂന്നാമത്തെ ദൗത്യം. ബൈബിൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ബൈബിൾ സൊസൈറ്റിയുടെയോ കേരള ഓക്സിലറിയുടെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ മാത്രം കടമയല്ല. ഓരോ ആളുകളും ബൈബിൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ സുവിശേഷകൻ ദ പ്രിന്റഡ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഈ ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ സുവിശേഷ വേല ഈ പ്രിന്റ് ചെയ്ത ബൈബിൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് പറ്റുന്നതുപോലെ ബൈബിൾ ഇല്ലാത്ത ഒരാൾക്ക് ഒരു ബൈബിൾ കൊടുക്കാൻ പറ്റിയ അതൊരു വലിയ സുവിശേഷ വേലയാണ്. നമ്മൾ ഈ ലോകത്തിലെ ആഗോള കണക്ക് എടുത്തു കഴിഞ്ഞാൽ ബൈബിൾ ഡിസ്ട്രിബ്യൂഷനിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 2ാം സ്ഥാനത്തേക്ക് വേൾഡ് ലെവലിൽ തന്നെ എത്തിച്ചേർന്നു. അതിൽ നമുക്ക് അഭിമാനിക്കാനായിട്ട് വകയുണ്ട്. പ്രിയമുള്ളവരെ, 2.69 മില്യൺസ് ബൈബിൾ നമ്മൾ 2023 വിതരണം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം 1ാം സ്ഥാനത്തും ഇന്ത്യ 2ാം സ്ഥാനത്തും ചൈന 3ാം സ്ഥാനത്ത്. ബൈബിളില് ഒത്തിരി പ്രതികൂലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൈന എന്ന് പറയുന്ന മഹാരാജ്യം ബൈബിൾ ഡിസ്ട്രിബ്യൂഷനിൽ 3ാം സ്ഥാനത്ത്. സ്ക്രിപ്ചർ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ബൈബിൾ പഠിക്കുവാനും പങ്കുവെക്കുവാനും
കൂട്ടായ്മയായിട്ട് കൂടുവാനും ഒക്കെ കൂടി വരാനായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദിയായിട്ട് അത് മാറുകയാണ്. ഒരു സ്ഥലത്തെ ഒരു എക്യുമെനിക്കൽ സ്പിരിറ്റ് വർദ്ധിപ്പിച്ചെടുക്കുവാനായിട്ട് കർത്താവ് ഒരു സംഘടിത സഭയും ഈ ലോകത്ത് സ്ഥാപിച്ചിട്ടില്ല. ഒരു യൂണിവേഴ്സൽ സഭയുടെ ഭാഗമാകാനായുള്ള വലിയൊരു സാധ്യതയായിട്ടാണ് ഈ സ്ക്രിപ്ചർ എൻഗേജ്മെന്റ് പ്രോഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് ഓരോ ബ്രാഞ്ചിലും ഓരോ സഭയുമായിട്ട് അണിനിരക്കുന്നത്. അതുകൊണ്ട് അത് മാക്സിമം പല പ്രോഗ്രാമുകൾ ഓരോ ബ്രാഞ്ചിലൂടെയും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് സ്ക്രിപ്ചർ എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് നടക്കുന്നത്. അതിനുശേഷം റിസോഴ്സ് മൊബിലൈസേഷൻ, ഇതിനെല്ലാം നമുക്ക് പണം ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞ ഈ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട്, പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട്, ബൈബിൾ വിതരണത്തിന് വേണ്ടിയിട്ട് അനേകം ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ പ്രോജക്ട്സുകൾ നമുക്കുണ്ട്. ബൈബിൾ ഇല്ലാത്ത ആളുകൾക്ക്, അതുപോലെ ഏതെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ജനവിഭാഗങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ടുള്ള ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാറുണ്ട്. എപ്പോഴും ബൈബിൾ സൊസൈറ്റിയുടെ മിഷണറി എഡിഷൻ ബൈബിള് 50% ഡിസ്കൗണ്ടിലാണ്. നമ്മൾ യാതൊരു റിട്ടേണും പ്രതീക്ഷിക്കാതെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് സ്വായത്തമാക്കി തീർക്കുന്നത് നമ്മൾ ഓരോരുത്തരും നൽകുന്ന ചെറുതും വലുതുമായ സംഭാവനകളിലൂടെയാണ്. അതുകൊണ്ട് റിസോഴ്സ് മൊബിലൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ബൈബിൾ സൺഡേ ഒബ്സർവേഷനിലൂടെയും അന്ന് ലഭിക്കുന്ന സ്തോത്ര കാഴ്ചകൾ ബൈബിൾ സൊസൈറ്റിക്ക് നൽകുമ്പോൾ അതൊരു റിസോഴ്സ് മൊബിലൈസേഷൻ എന്നുള്ള തലക്കെട്ടിലേക്ക് മാറുന്നു. അതുപോലെ ഓരോ ബ്രാഞ്ചസും അവരുടെ ചെറുതും വലുതുമായ സംഭാവനകൾ സമാഹരിച്ച് ഒരുമിച്ച് ഓക്സിലറികൾ അടയ്ക്കുമ്പോൾ അതൊരു റിസോഴ്സ് മൊബിലൈസേഷൻ ആയിട്ട് മാറും. ഇതിലൊക്കെ ഭാഗമാകാനായിട്ടുള്ള വലിയ അവസരം നമുക്ക് വിനിയോഗിക്കാം. നമ്മൾ 1 രൂപയെങ്കിലും വേദപുസ്തക സമൂഹത്തിന് നൽകുമ്പോൾ അറിയാതെ ഈ വലിയ ദൗത്യത്തിൽ പങ്കുകാരാകുന്നു. നമ്മളുടെ സംഭാവനയും നമ്മുടെ പ്രാർത്ഥനയും ഒരു വിശുദ്ധ വേദപുസ്തകമായിട്ട് ഇതുവരെയും ബൈബിൾ എത്താത്ത ഒരാൾക്ക് ബൈബിളായിട്ട് അവർക്കത് ലഭിക്കുമ്പോഴുള്ള വലിയ സന്തോഷത്തിൽ നമ്മളും പങ്കുകാരാകുകയാണ്. അതുകൊണ്ട് ഈ ഡിസംബർ മാസത്തിൽ ബൈബിൾ സൺഡേ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതിൽ നിന്ന് നല്ല ഒരു തുക വേദപുസ്തക സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് നമുക്ക് തീരുമാനിക്കാം. എനിക്ക് പറയാനായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ ദശാംശത്തിന്റെ, ഡിസംബർ മാസത്തിലെ ദശാംശം വേദപുസ്തക സമൂഹത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ട് കുറഞ്ഞത് നമുക്കിടയായി തീരട്ടെ. ദശാംശം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ആകെ വരുമാനത്തിന്റെ 10% അതുകൊണ്ട് 1 ലക്ഷം രൂപ ലഭിക്കുന്ന ഒരാൾ 10,000 രൂപയും 50,000 രൂപ ലഭിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് 5,000 രൂപയും, അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഒരു ദശാംശം കൊടുക്കാനായിട്ടെങ്കിലും ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ മക്കളോടും കുഞ്ഞുമക്കളോടും ഒക്കെ ഇത് പങ്കുവെക്കാം. തീർച്ചയായിട്ടും വേദപുസ്തകത്തിന് വിലയിടാൻ പറ്റാത്ത അമൂല്യനിധിയാണ്. ബൈബിൾ ഈസ് ഫ്രീ ബട്ട് മേക്കിംഗ് ഇറ്റ് അവൈലബിൾ ഈസ് കോസ്റ്റ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ബൈബിൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിച്ചതാണ്. അനേക ആളുകളുടെ ജീവൻ മരണ പോരാട്ടങ്ങൾ അതിന്റെ പിൻപിൽ ഉണ്ട്. അതിന് വിലയിടാൻ പറ്റാത്ത അമൂല്യ ഗ്രന്ഥമാണ്. എന്നാൽ അതിന്റെ പ്രിന്റിംഗ് കോസ്റ്റും ട്രാൻസ്പോർട്ടേഷനും മാത്രമാണ് നമ്മൾ അത് ചാർജ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൗത്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ബൈബിൾ ട്രാൻസ്ലേഷനും ബൈബിളിന്റെ പ്രിന്റിങ്ങിലും ഡിസ്ട്രിബ്യൂഷനും വേണ്ടിയിട്ട് ഇനിയും അനേക ആളുകളെ അംബാസിഡേഴ്സ് ആയിട്ട് ബൈബിൾ സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്. അതിലൊരാളായിട്ട് തീരാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ ബൈബിൾസിന്റെ ഏറ്റവും അർത്ഥവത്തായിട്ട് തീരാനായിട്ട് സർവശക്തനായ ദൈവം ഇടയാകട്ടെ. ഈ വർഷത്തിലെ നമ്മുടെ റിസോഴ്സ് മൊബിലൈസേഷൻ കേരള ഓക്സിലറിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1,60,00,000 രൂപയാണ്. ഈ വീഡിയോയോട് ചേർന്ന് ഒരുപക്ഷെ ഏതെങ്കിലും സഭയിലെ ബൈബിൾ സൺഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഗൂഗിൾ സ്കാനറും ഈ വീഡിയോയോട് ചേർന്ന് അയക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെയും എമൗണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാം. ദയവായിട്ട് ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.